മനുഷ്യൻ്റെ ഹൃദയം കപടവും വിഷമവും ഉള്ളതെന്ന് അറിയുന്ന ദൈവം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് നാം ആരെന്ന് വെളിപ്പെടുത്തുന്ന ദൈവമാണ് സ്വർഗത്തിലെ ദൈവം. യാതൊരു ക്രിസ്തു വിശ്വാസിക്കും തങ്ങളുടെ ഹൃദയത്തിൽ ദുർനിക്ഷേപങ്ങൾ കൂട്ടിവെക്കുവാനും സ്വർഗീയ നിക്ഷേപങ്ങൾ സ്വരൂപിച്ചു വയ്ക്കുവാനും കഴിയും. ഏത് തരത്തിലുള്ള നിക്ഷേപമാണോ ഒരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്നത്, അത് ദുർനിക്ഷേപമാണെങ്കിൽ അതവനെ അശുദ്ധമാക്കും. സ്വർഗീയ നിക്ഷേപമാണെങ്കിൽ അതവനെ വിശുദ്ധനാക്കും. ഒരു ദൈവപൈതലിൻ്റെ ചിന്തകൾക്കും അതിൻ്റെ നടപ്പിനും പ്രവൃത്തിക്കും ഫലം തരണമെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തെ അന്തരംഗങ്ങളെയും പരീക്ഷിച്ച് പരിശോധിച്ച് അതിന് തക്കവണ്ണമുള്ള പ്രതിഫലമാണ് കർത്താവ് തരുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലായ്പ്പോഴും കർത്താവ് തന്നെ ആശ്രയമായിരിക്കുന്ന വിശ്വാസികളുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുന്നവർക്ക് ഉഷ്ണം തട്ടിയാൽ അവർ പേടിക്കുകയില്ല. വരൾച്ചയുള്ള കാലത്തും അവരുടെ ഉള്ളിൽ നിന്ന് ഫലം പുറപ്പെട്ടുകൊണ്ടിരിക്കും. നന്മ വരുമ്പോൾ അവർ അത് കാണും, അവർ അത് അനുഭവിക്കും. ഇതാണ് യഹോവയെ ആശ്രയിക്കുന്നവരും യഹോവയിൽ മാത്രം ആശ്രയിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഒരിക്കലൊരു ശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതെന്ന് ചോദിക്കുന്നു. യേശു കൊടുക്കുന്ന മറുപടി, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവോ ഏക കർത്താവോ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതായത് കർത്താവാണ് ഏക കർത്താവ്. ആ കർത്താവ് തന്നെ നമ്മിൽ കർത്തൃത്വം നടത്തണം. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കാൻ കഴിയണം. ആ സ്നേഹത്തിലൂടെ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കണം. ആ സ്നേഹത്തിലൂടെ കർത്താവിൽ പ്രത്യാശ വയ്ക്കണം. അമ്മേ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന യാതൊരു വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വ്യക്തികൾക്കും നാം അടിമയാകാൻ പാടില്ല. എല്ലാ യോഗങ്ങളിലും പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. എങ്കിൽ കർത്താവിൽ മാത്രമാണോ ആശ്രയം? കർത്താവിൽ മാത്രമാണോ വിശ്വാസം? കർത്താവിൽ മാത്രമാണോ പ്രത്യാശ? ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ കർത്താവിനെ വിട്ടകന്ന് എന്തിലെങ്കിലും ആശ്രയം വയ്ക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് പുസ്തകം പറയുന്നു, എന്നെ വിട്ട് അകലുന്നവരുടെ പേര് മണ്ണിൽ എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകരുത്. നമ്മുടെ പേര് മണ്ണിൽ എഴുതപ്പെടരുത്. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ തന്നെ നമ്മുടെ ജീവാവസാനം വരെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവ തന്നെ, കർത്താവായ യേശു തന്നെ നമ്മുടെ പ്രത്യാശയും നമ്മുടെ സർവസ്വമായിരിക്കട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു.